പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അളവറ്റ കൃപ നിങ്ങളിലേക്ക് സമൃദ്ധമായി ഇറങ്ങി വരട്ടെ. കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിച്ചൊഴുകട്ടെ. നമുക്കൊരു വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്, ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്, ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് താനും. ആരാണ് നമ്മൾ? ഒരു ഉത്തരമേ ഉള്ളൂ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്നാണ്. അപ്പോൾ എൻ്റെ പിതാവ് ആരാണ്? തീർച്ചയായിട്ടും എൻ്റെ ദൈവമാണ്. എൻ്റെ പിതാവിൻ്റെ മകൻ ഞാനായി മാറുമ്പോൾ ഈ പിതാവിൻ്റെ സ്വഭാവം എന്നിലേക്ക് കടന്നു വരാതിരിക്കുകയില്ല. ഒരു ചെറിയ കഥയിലൂടെ മുൻപോട്ട് പോകാം. ഒരിക്കൽ കുറേ കുഞ്ഞുങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പുഴു നിലത്തൂടെ ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ്. ഈ പുഴു പറയുന്നു, ഞാനൊരു പുഴുവാണേ, ഞാനൊരു പുഴുവാണേ, ഞാനൊരു പുഴുവാണേ. ഈ കുഞ്ഞുങ്ങൾ ഒരു ചെറിയ കമ്പെടുത്ത് തോണ്ടി പുഴുവിനെ ദൂരേക്ക് എറിഞ്ഞപ്പോൾ ഈ പുഴു വീണ്ടും കരഞ്ഞു, ഞാനൊരു പുഴുവാണേ, ഞാനൊരു പുഴുവാണേ. വീണ്ടും അത് ഇഴഞ്ഞ് വഴിയിലേക്ക് വന്ന് അവിടെ കിടന്ന് കരയുന്നത് കണ്ടപ്പോൾ ഒരു കുഞ്ഞ് അതിലൂടെ വന്നു. ഈ ശബ്ദം കേട്ടപ്പോൾ ഈ കുഞ്ഞ് അതിനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ആരാണ് പറഞ്ഞു നീ ഒരു പുഴുവാണെന്ന്? അപ്പോൾ ഈ പുഴു ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്കറിയില്ല എന്നെ കണ്ടാൽ, എൻ്റെ ശരീരം കണ്ടാൽ നിനക്കറിയില്ലേ, എൻ്റെ ഇഴഞ്ഞുള്ള പോക്ക് കണ്ടാൽ നിനക്കറിയില്ലേ ഞാനൊരു പുഴുവാണെന്ന്? ഈ കുഞ്ഞ് സ്നേഹത്തോടെ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. നീ ഇഴഞ്ഞാണ് നടക്കുന്നത്, നിൻ്റെ ശരീരം ബലമില്ലാത്തതാണ്, നിൻ്റെ പോക്ക് കണ്ടാൽ നീ ഒരു പുഴുവാണെന്ന് ആർക്കും അറിയാം. പക്ഷെ ഞാൻ നിന്നോട് പറയട്ടെ, നീ ഒരു സാധാരണ പുഴുവല്ല. അപ്പോൾ പുഴു ഒന്ന് ശ്രദ്ധിക്കുവാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ ആരാണ്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, നീ ഒരു ചിത്രശലഭത്തിൻ്റെ കുഞ്ഞാണ്. നീ എങ്ങനെയോ ഇവിടെ വീണുപോയതാണ്. നിനക്കൊരുപാട് കഴിവുണ്ട്. അതായത് നിൻ്റെ ഉമ്മിനീരിൽ നിന്ന് ഞാൻ നിന്നെ എടുത്ത് ഒരു ഇലയിലേക്ക് വയ്ക്കാം. ആ ഇല ഒന്ന് മറച്ചു ചേർത്താൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. നിൻ്റെ ഉമ്മിനീര് കൊണ്ട് ആ ഇല ഒന്ന് ഒട്ടിപ്പിടിപ്പിക്കുവാനുള്ള സംവിധാനം നിനക്കുണ്ട്. അതിനുശേഷം നീ അവിടെ ഇരിക്കുക. കുറച്ചു കാലം കഴിയുമ്പോൾ ഞങ്ങളതിന് സമാധിയിരിക്കുക എന്നാണ് പറയുക. കുറച്ചു കാലം കഴിയുമ്പോൾ കാണുവാൻ കഴിയും, നിൻ്റെ ശരീരത്തിന് ഒരുപാട് മാറ്റം വരും. മനോഹരമായ ചിറകുകൾ മുളയ്ക്കുവാൻ തുടങ്ങും. 2 ചിറകുകൾ, സുന്ദരമായ ചിറകുകൾ നിനക്കുണ്ടാകുമ്പോൾ, പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ നീ പതുക്കെ ആ ഇല പൊട്ടിച്ച് പുറത്തേക്ക് നോക്കുക. അനന്തമായ വിഹായസിൽ അന്തരീക്ഷത്തിൻ്റെ തലങ്ങളിൽ നിന്ന് കാണുവാൻ കഴിയും. എത്ര മനോഹരമായ വിഹായസാണത്. നീ പതുക്കെ നിൻ്റെ കുഞ്ഞു ചിറകുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലേക്കൊന്ന് പതുക്കെ ഉയർന്നു പറക്കുവാൻ ശ്രമിക്കുക. അത്ഭുതമായിരിക്കും. പറന്ന് പറന്ന് നീ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന് നിന്നെ തോണ്ടിയെറിഞ്ഞ ഈ സകല കുഞ്ഞുങ്ങളും അവർ നിന്നോട് പറയും, ഞങ്ങളുടെ അടുക്കിലേക്ക് വരിക, ഞങ്ങളുടെ അടുക്കിലേക്ക് വരിക. അവർക്കെല്ലാം നിന്നെ ഒരുപാട് ഇഷ്ടമാകും. അവർക്കെല്ലാം നിന്നോട് സ്നേഹമാകും. കൂട്ടുകൂടുവാനും കളിക്കുവാനും വരും. നീ അനന്തവികാസത്തിലേക്ക് പറന്ന് ഉയർന്നുകൊണ്ടേയിരിക്കുക. പ്രിയമുള്ളവരെ, ഓർക്കുക, ഞാൻ ചിന്തിക്കുന്നത് പോലെയല്ല ഞാൻ. എനിക്കൊന്നിനും കഴിയില്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ ഒരിക്കലും എനിക്കൊന്നിനും കഴിയില്ല. ഞാൻ ബലഹീനാണ് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ബലഹീനൻ തന്നെയായിത്തീരും. മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് ചിന്തിച്ചാൽ എന്നിൽ ദൈവത്തിൻ്റെ ശക്തി പകരും. ദൈവത്തിൻ്റെ ശക്തി എന്നിലേക്ക് പകരുവാൻ ഞാൻ ചെയ്യേണ്ട ആകെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തോട് ചേർന്നിരിക്കുക. എൻ്റെ അപ്പനോട് ചേർന്നിരുന്ന് അപ്പൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ അപ്പൻ എന്നിലേക്ക് അപ്പൻ്റെ കരുത്ത് പകർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് പകരുമ്പോൾ മക്കൾക്ക് പുതിയ ദർശനമുണ്ടാവുകയാണ്. അപ്പനുള്ള ദർശനത്തെക്കാൾ വലിയ ദർശനം മക്കൾക്കുണ്ടാകണമെന്ന് ഏതു പിതാവും ആഗ്രഹിക്കാതിരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ഞാൻ ഒരുപാട് വലുതായി കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.
അപ്പോഴും നമ്മൾക്കറിയാം നമ്മളിപ്പോഴും ആ പുഴു പറഞ്ഞ പോലെ ഞാനൊരു പുഴുവാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ശ്രേഷ്ഠത എന്തെന്ന്, ഞാൻ ആരാണെന്ന് ഞാൻ ആദ്യം ഒന്ന് വിശ്വസിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഊളിയിട്ടിറങ്ങണം. ഈ അനന്തവിഹായസിൽ ഒരുപാട് പക്ഷി മൃഗാദികളുണ്ട്, വൃക്ഷലതാദികളുണ്ട്. എല്ലാം വളരെ സുന്ദരമായി ദൈവം ഉണ്ടാക്കിയതാണ്. ആ സുന്ദരമായി ദൈവം ഉണ്ടാക്കിയ അതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്നെ ദൈവത്തോടൊപ്പം കൊണ്ടു നടക്കുവാൻ വേണ്ടിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെല്ലാം ആദാമിൻ്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരികയായിരുന്നു. മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയല്ല ചെയ്തത്, മറിച്ച് ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരികയാണ് ചെയ്തത്. അന്നും ഇന്നും ഇത് തന്നെയാണ്. ദൈവം തമ്പുരാൻ മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് വരികയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. സങ്കീർത്തനം 14 ഓർക്കുക, നിന്നെ തേടി വരുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം, നിന്നെ മനസ്സിലാക്കിയ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം. കുഞ്ഞെ, നീ ഒന്ന് മനസ്സിലാക്കണം, നിനക്കൊരു കരുത്തുണ്ടെന്ന്, കരുത്തനായ അപ്പനുണ്ടെന്ന്. ഈ അപ്പൻ നിനക്കുള്ളപ്പോൾ നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സകല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളുമെല്ലാം അവനിലേക്കൊന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ അത് സ്വീകരിക്കുവാൻ കൈനീട്ടി നിൽക്കുന്ന അപ്പനാണ്. അതെപ്പോഴും മനസ്സിലാക്കുന്ന അപ്പനാണ്. പക്ഷെ നീ അത് പറയുന്നില്ലെന്ന് മാത്രം. നമുക്കറിയാം, നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മളുടെ മാതാപിതാക്കളുടെ കൈ പിടിച്ച് ഒരു പെരുന്നാളിന് പോകുമ്പോൾ, ഉത്സവത്തിന് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, കാണുന്ന ഒരുപാട് വസ്തുക്കൾ നമ്മുടെ കൺമുൻപിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി സന്തോഷം തരുമ്പോൾ നമ്മൾ ഒരിക്കലും മാതാപിതാക്കളുടെ കൈ വിട്ടുപോകാറില്ല. എല്ലാം കാണുന്നുണ്ട്, അത് വളരെ നല്ലതാണ്. എല്ലാം കാണുന്നുണ്ട്. കണ്ടുപോകുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കും, എൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൈ വിട്ടുപോകാതിരിക്കുവാൻ വേണ്ടി. എവിടെ വിട്ടുപോകുന്നുവോ അവിടെ എനിക്കൊരു ശൂന്യത ഉണ്ടാവുകയാണ്. പിന്നെ ഞാൻ ഈ കണ്ട വസ്തുക്കളെയല്ല കാണുക, മറിച്ച് എൻ്റെ മാതാവോ പിതാവോ എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുക. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത്. എൻ്റെ അപ്പൻ്റെ കൈ പിടിച്ച് ഞാൻ പോകുന്ന ഓരോ സമയത്തും കരുത്ത് കിട്ടുകയാണ്. എൻ്റെ അപ്പൻ്റെ കൈ പിടിച്ച് ഞാൻ പോകുന്ന ഓരോ സമയത്തും എനിക്കറിയാം എൻ്റെ അപ്പനെല്ലാം സാധിച്ചു തരുമെന്ന്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ അപ്പൻ്റെ മകനായി മാറുമ്പോൾ എൻ്റെ അപ്പൻ അറിയില്ലേ എനിക്കെല്ലാം വേണമെന്നുള്ളത്? ഞാൻ പറഞ്ഞുവല്ലോ, പെരുന്നാളിന് പോകുമ്പോൾ എനിക്കെന്താണ് വാങ്ങിത്തരേണ്ടതെന്ന് എൻ്റെ അപ്പൻ അറിയാം. എനിക്കെപ്പോഴാണ് ആഹാരം തരേണ്ടതെന്നറിയാം. എനിക്ക് വിശക്കുമ്പോൾ അപ്പൻ നിശ്ചയമായും ആഹാരം വാങ്ങിത്തരാതിരിക്കില്ലല്ലോ, കാരണം എൻ്റെ അപ്പനാണ്. വിശക്കുന്നുവെങ്കിൽ ഞാൻ അറിയാതെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അപ്പൻ ആ നോട്ടം കൊണ്ടറിയാം എൻ്റെ കുഞ്ഞിന് വിശക്കുന്നു എന്ന്. അപ്പൻ മനോഹരമായി, എന്താണ് വേണ്ടത് നിനക്ക്? ഞാൻ പറയുന്നു എനിക്കെന്താണ് വേണ്ടതെന്ന്. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അപ്പൻ എനിക്ക് വാങ്ങിത്തരികയാണ്. എനിക്ക് സന്തോഷമാവുന്നു. ഞാൻ ആകെ ചെയ്യുന്നത് അപ്പനോട് ചേർന്ന് നിൽക്കുകയാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ അപ്പനോട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ആ ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ചിന്തകളെ മനുഷ്യൻ്റെ ചിന്തയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ മനുഷ്യൻ്റെ പ്രവർത്തനമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ചലനങ്ങളെ മനുഷ്യൻ്റെ ചലനങ്ങളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നാം അത് ആഗ്രഹിക്കണം. കണ്ടാൽ നോക്കി, ഒരു ചെറിയ തീക്കട്ടയെടുത്തിട്ട് മറ്റൊരു കരിക്കട്ടയും കൂടി എടുത്തിട്ട് രണ്ടും ചേർത്ത് വെച്ച് നൂതി നോക്കിയാൽ കുറച്ച് കഴിഞ്ഞാൽ കരിക്കട്ടയില്ല, തീക്കട്ട മാത്രമേ ഉള്ളൂ. രണ്ടും ഒരേ സ്വഭാവമാണ്, ഒരുപോലെ കത്തുന്നതാണ്, ഒരുപോലെ കത്തിക്കുന്നതാണ്. തീക്ക് ഒരു സ്വഭാവമേ ഉള്ളൂ, കത്തിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ അപ്പനോട് ചേർന്നിരുന്നാൽ ഞാനെന്ന കരിക്കട്ട തീക്കട്ടയായി മാറുമ്പോൾ ഞാനൊന്ന് കത്തുവാൻ തുടങ്ങും, കത്തിക്കുവാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛൻ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഒരു സന്ദേശം ഇങ്ങനെ ഓർക്കുകയാണ്. കർത്താവ് പറഞ്ഞത്, നിൻ്റെ ഈ വൈക്കോലിനെ കത്തിക്കണ പ്രാർത്ഥന എനിക്ക് വേണ്ട. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താണ് അങ്ങ് പറഞ്ഞത്? അപ്പോൾ തന്നെ ഹൃദയത്തിലേക്ക്
മറ്റൊരു സംഭവം കടന്നു വന്നു. പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇരുമ്പിനെ ഉരുക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഈ വൈക്കോലിനെ കത്തിക്കുന്ന പ്രാർത്ഥനയോട് ഒന്നും നേടാൻ കഴിയില്ല. നിനക്ക് ആത്മാക്കളെ നേടണമെങ്കിൽ നീ ഇരുമ്പിനെ ഉരുക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അന്നെനിക്ക് മനസ്സിലായി, പ്രിയപ്പെട്ടവരെ, ഇരുമ്പിനെ ഉരുക്കണമെങ്കിൽ 1500 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് ചെല്ലണം. വൈക്കോലിനെ കത്തിക്കുവാൻ ഒരു പൊരി മതി. എന്തുകൊണ്ടാണ് നമ്മൾ വളരാത്തത്? ഇന്നും നമ്മുടെ പ്രാർത്ഥന വൈക്കോലിനെ കത്തിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്നും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാറില്ല. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് അത് കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നന്ദി പറഞ്ഞ് ചിലപ്പോൾ നന്ദി പറയാതെ മുൻപോട്ട് പോകുന്ന നമ്മളുടെ സ്വഭാവത്തെയാണ് മാറ്റി നിർത്തേണ്ടത്. കാരണം എൻ്റെ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ എനിക്ക് തരുമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാകണം. അല്ലെങ്കിൽ അപ്പനുമായി ഞാൻ ലയിച്ചു ചേരണം. അപ്പൻ്റെ ആഗ്രഹങ്ങളെ മക്കൾ ചെയ്യുമ്പോഴാണ്, അത് കണ്ടെത്തി ചെയ്യുമ്പോഴാണ് അപ്പന് ഒരുപാട് സന്തോഷം ഉണ്ടാകുക. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? എൻ്റെ അപ്പൻ്റെ ആഗ്രഹം എന്തെന്ന് ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കി അത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് ഒരുപാട് സന്തോഷം ഉണ്ടാകുകയാണ്. അപ്പനേക്കാൾ ഞാൻ വലുതാകണമെന്ന് അപ്പൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ് വചനം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരുവാൻ, നമ്മൾ ഉയരുവാൻ, അനന്തവിഹായസിലേക്ക് ആ ചെറിയ ചിത്രശലഭം പറന്നുയർന്നു പോലെ പറന്നുയരുവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിനക്ക് ഒരാഗ്രഹമുണ്ടാകണം. നിനക്ക് ഇപ്പോൾ ഈ നിമിഷം ഒരാഗ്രഹമുണ്ടാകണം. എൻ്റെ അപ്പനോട് ചേർന്ന് നിന്ന്, അപ്പൻ്റെ ആഗ്രഹത്തോട് ചേർന്ന് നിന്ന് എനിക്കൊന്ന് പറന്നുയരണം. എന്തേ പറന്നുയരില്ല? തീർച്ചയായിട്ടും കഴിയും. അവൻ നിന്നെ സഹായിക്കാതിരിക്കില്ല. കാരണം അവൻ നിൻ്റെ അപ്പനായതുകൊണ്ട് നിന്നെ കൈവിടുന്ന പ്രശ്നമില്ല. അപ്പോൾ അപ്പൻ്റെ ആഗ്രഹം എന്താണെന്ന് 1 തെസ്സലോനിക്കർ 4:3 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ആഗ്രഹം എൻ്റെ വിശുദ്ധീകരണമാണ്. ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടാൽ എനിക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിക്കുവാനും ദൈവത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കുവാനും കഴിയുകയാണ്. അശുദ്ധനായ മനുഷ്യനോടൊപ്പം വസിക്കുവാൻ വിശുദ്ധനായ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് മനുഷ്യൻ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയും ശുദ്ധീകരണം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ടവർ ഓർക്കുക, രക്ഷിപ്പാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടുമില്ല. കർത്താവ് പറയുന്നു, എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്ന നിൻ്റെ അകൃത്യങ്ങളാണ്. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കാം. നീ പാപിയാണെന്ന് പറഞ്ഞിരിക്കരുത്. ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഈ പാപങ്ങളെ ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറയുകയാണ് വേണ്ടത്. അവൻ നിന്നെ വിശുദ്ധീകരിച്ച് മനോഹരമായ ക്രിസ്റ്റലാക്കി, മഞ്ഞുകണമാക്കി നിന്നെ മാറ്റുവാൻ, അല്പം പോലും കളങ്കമില്ലാത്ത വ്യക്തിയാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരു വിശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പായി, മനുഷ്യനോട് നിരപ്പായി, പ്രകൃതിയോട് നിരപ്പായി മുൻപോട്ട് പോകുമ്പോൾ, ഒരു നിരപ്പിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ നീ ഓർക്കണം, ആ കർത്താവ് ഇതിനോട് ചേർന്ന് വീണ്ടും നിൽക്കും. ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കണ്ടേ? വിശുദ്ധ യോഹന്നാൻ സ്ലീഹ യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന പോലെ, കുഞ്ഞെ, നിനക്ക് യേശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കണ്ടേ? നിൻ്റെ അപ്പൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കണ്ടേ? ആ സ്പന്ദനമൊന്നറിയണ്ടേ? അതെ, ഹൃദയത്തിൻ്റെ സ്പന്ദനം നിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനവുമായി ഒന്ന് യോജിച്ചു പോകണം. ഹൃദയമിടിപ്പ് നിൻ്റെ കാതുകളിൽ ഒന്ന് മുഴങ്ങിക്കേൾക്കണം. നീ ഓർക്കുക, നിൻ്റെ ദൈവം നിന്നെ കൈവിടുന്ന കർത്താവല്ല, മറിച്ച് നിന്നെ സംരക്ഷിക്കുന്ന കർത്താവാണ്. സംരക്ഷിക്കുക മാത്രമല്ല, എല്ലാ സമയവും നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കും. മക്കൾ എപ്പോഴും ഉയർന്ന് വളർന്ന് വലുതാകണമെന്ന്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പിതാക്കന്മാർ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ അപ്പനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മകനിലൂടെ, മകളിലൂടെ ഈ ഭൂമിയിൽ ചെയ്യണമെന്ന്. കുഞ്ഞെ, നിനക്ക് സമ്മതമാണോ? നീ സമയം കളയരുത്. നീ കരുത്തനാണ്. മനസ്സിലാക്കുക, നീ കരുത്തനാണ്.
അത് ദൈവത്തിൻ്റെ കരുത്താണ്. നീ ശക്തനാണ്, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നിനക്കൊരു കാഴ്ചപ്പാടുണ്ട്, അത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ദൈവം നിനക്ക് തന്ന കാഴ്ചപ്പാട്, നിൻ്റെ ശക്തിയും കരുത്തും നിൻ്റെ ബലവും നീ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ ഈ കരുത്തും ശക്തിയും ബലവും മറ്റുള്ളവൻ കാണുവാനിടയാകും. ഈ സമൂഹത്തിൽ നീ വലിയ പദവിയിലേക്ക് ദൈവം നിന്നെ മാറ്റും. ഇതുവരെ നിന്നെ കണ്ടവരെല്ലാം ഒരു പുഴുവാണെന്ന് പറഞ്ഞുവെങ്കിൽ, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞുവെങ്കിൽ, നിന്നെ എന്തിനാണ് കൊള്ളുക എന്ന് പറഞ്ഞുവെങ്കിൽ, ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞുവെങ്കിൽ, ആർക്കും വേണ്ടാത്തവൾ എന്ന് പറഞ്ഞുവെങ്കിൽ, അടുത്ത സെക്കൻഡിൽ നീ ചെയ്യേണ്ടത് നിൻ്റെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ചേർന്ന് നിൽക്കുക. കരിക്കട്ടയായി നീ തീക്കട്ടയോട് ചേർന്ന് നിന്നാൽ പിന്നെ കരിക്കട്ടയില്ല, തീക്കട്ട മാത്രം. നീ അഗ്നിയായി ജ്വലിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയായി. അതിനുവേണ്ടി സഹായകനായ ആത്മാവിനെ ദൈവം നമ്മളിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. സഹായകനെ സ്വീകരിച്ച് അഗ്നിയായി നീ കത്തി ഈ ലോകത്തിൻ്റെ ദീപമായി വെളിച്ചമായി മാറണം. അച്ഛനൊരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ഈ മെഴുകുതിരി അച്ഛനോട് 2 ചോദ്യം ചോദിച്ചായിട്ട് തോന്നുന്നു. ഒന്ന്, നീ ഈ മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകിത്തീരേണ്ടതല്ലേ? രണ്ടാമത്തെ ചോദ്യം, നീ അതുപോലെ ജ്വലിച്ചു വരേണ്ടതല്ലേ? അതേ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ജ്വലിച്ചു വരേണ്ടതാണ്, കത്തിത്തീരേണ്ടവരാണ്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്നിലേക്ക് കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നിലേക്ക് കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയും, നമ്മൾ പിന്നെ വെറുതെ ഇരിക്കുകയില്ല. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ ഓരോ വിശ്വാസിയിലും വിശുദ്ധ മാമോദിസയിലൂടെ അവൻ പകർന്നിട്ടുണ്ട്. എന്നാൽ പൗലോസിൽ പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഊതിക്കത്തിക്കുക എന്നൊക്കെ പറയും. വളർത്തിക്കൊണ്ടുവരണം. എങ്ങനെയാണ് വളർത്തുവാൻ പറ്റുക? എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ, സ്തുതികീർത്തനങ്ങളിലൂടെ, വേദപഠനങ്ങളിലൂടെ, വചനവായനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ഈ പരിശുദ്ധാത്മാവാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുക. സഹായകനായ ആത്മാവ് നമ്മളെ ഓരോ കാര്യവും പഠിപ്പിക്കുവാൻ വേണ്ടി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ സഹായകനായ ആത്മാവിനൊപ്പം നിൽക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതെ, നമ്മൾ പിതാവിൻ്റെ മക്കളാണ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഈ മക്കൾ പിതാവിനോടൊപ്പം നിൽക്കുമ്പോൾ പിതാവ് അയച്ച സഹായകനായ ആത്മാവിനെ നമ്മിലേക്ക് ശക്തമായി തരുമ്പോൾ ഈ സഹായകനെ സ്വീകരിക്കുകയും ഒപ്പം നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ, നമ്മളിലേക്ക് വരുന്ന കൃപയെ സ്വീകരിച്ച് അത് മറ്റുള്ളവന് കൊടുക്കുവാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറയുകയാണ്. അപ്പൻ്റെ ആഗ്രഹം ഫലങ്ങൾ കൊണ്ട് നിറയണമെന്നാണ്. ഏതൊരപ്പനും ആഗ്രഹിക്കുന്ന മക്കൾ ഒരുപാട് വളരണമെന്നാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഒരുപാട് വളരണമെന്നാണ്. ആ വളർച്ച ഫലങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. ഏതെങ്കിലും വിധത്തിൽ ജീവിച്ചു പോകുവാനല്ല ദൈവം നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. മകനാക്കി മാറ്റിയത്, രൂപാന്തരപ്പെടുത്തിയെടുത്തത്, ദൈവത്തിൻ്റെ ഹൃദയം നമ്മളുടെ ഹൃദയമായി യോജിപ്പിച്ചത്, ചിന്ത നമ്മളിലേക്ക് തന്നത്, ദൈവം നമ്മളെ പോറ്റി പുലർത്തുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുവാനല്ല, മറിച്ച് നന്മ ചെയ്ത് മുൻപോട്ട് പോകാൻ. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. സഹായകന ആത്മാവിനെ എന്നിലേക്ക് അയച്ചു തരുമ്പോൾ അത് തീർച്ചയായിട്ടും കഴിയുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ണുകളടയ്ക്കാം. പ്രിയപ്പെട്ട കർത്താവേ, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അവിടുത്തെ കരങ്ങളിലേക്ക്, തൃപ്പാദത്തിലേക്ക്, കാൽവറി ക്രൂശിലേക്ക് അങ്ങയുടെ മക്കളെ താഴ്മയോടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവേ. ദൈവിക സാന്നിധ്യം കൊണ്ട് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ, ശക്തിയാൽ കർത്താവെ അങ്ങയുടെ മക്കളെ നിറക്കുവാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. നിങ്ങൾ ലാസറെ ഉയർപ്പിച്ച ദൈവമാണ്.
കുരുടന് കാഴ്ച കൊടുത്ത ദൈവമാണ്. തളർവാദ രോഗി എഴുന്നേൽപ്പിച്ച ദൈവമാണ്. കർത്താവേ, ഇവിടുത്തെ ആണിപ്പാളകർ നീട്ടി മക്കളെ സ്പർശിച്ച് അനുഗ്രഹിക്കണം യേശുവേ. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവെ അഗ്നി വർഷിച്ച് മകൾ വിശുദ്ധീകരിക്കണം. രക്തത്താൽ കഴുകണം. രക്തത്തിൻ്റെ കാവൽ വളപ്പിൽ സംരക്ഷിക്കണം. കൂടുതൽ കരുത്തും ശക്തിയും കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണം യേശുവേ. അങ്ങയോടൊപ്പം ചരിക്കുവാൻ ഒരുപാട് നന്മ ചെയ്ത് തീപ്പന്തങ്ങളായി ഉയർന്ന് കത്തുവാൻ കർത്താവെ കൃപയും ശക്തിയും കൊടുക്കണം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുവാൻ ദൈവം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അമ്മേ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണം. സകല വിശുദ്ധ മാലാഖവരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വഴി അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. Somebody